സുഹൃത്തുക്കളെ, ഇതാണ് നെല്ലിൻ്റെ ഞാറ്. അങ്ങനെ ഞാറൊക്കെ നന്നായിട്ട് വലുതായി വരുമ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി നടും. ഉണ്ടോ? ഇതുപോലുള്ള പാത്രത്തിലേക്ക്. ഇതാണ് നമ്മളെ വയൽ. അങ്ങനെ ഇതുപോലെ പാത്രത്തിലേക്കൊക്കെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ കൊതുക് വളരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഇതിൽ അസോള എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, അത് കൊണ്ടിടും. അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊതുകിൻ്റെ വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ എന്ത് ചെയ്യും? പിന്നീട് നമുക്ക് നല്ല നെല്ല് കിട്ടും. കണ്ടോ? സ്ഥലമുള്ളവർ ഇല്ലാത്തവർ, സ്ഥലമുള്ളവർക്ക് പിന്നെ പാടത്തൊക്കെ ഉണ്ടാക്കാം. സ്ഥലമുള്ളവർ ഇതുപോലെയൊക്കെ ചെയ്ത് നന്നായി നെല്ലൊക്കെ ഉണ്ടാക്കാൻ പരിശ്രമിക്കുക. എൻ്റെ അടുത്ത് കിളികളൊക്കെ വന്ന് തിന്നിട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരുന്നുണ്ട്. കണ്ടോ? ഇതൊക്കെ ഇപ്പോൾ വിളഞ്ഞു തുടങ്ങിയതാണ്. നന്നായി മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെ മുളച്ചു പോകും. ഇതിൻ്റെ അകത്ത് നല്ല ചുവന്ന തവിടുള്ള അരിയാണ് ഇട്ടുണ്ടാവുക. ഒമേഗ 3 നന്നായി അടങ്ങിയതാണ് ചുവന്ന തവിടുള്ള അരിയിൽ. നമുക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗറൊക്കെ കുറയും. പിന്നെ വയറ് സംബന്ധമായിട്ട് രോഗങ്ങളൊക്കെ കുറയും ഈ തവിടുള്ള അരി കഴിക്കുകയാണെങ്കിൽ. ഇപ്പോൾ റെഡ് ഓക്സൈഡ് ചേർത്ത അരിയാണ് കടകളിൽ തവിടെന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത്. തവിട് നന്നായി ചുരണ്ടിയാൽ പോകുള്ളൂ. ഇപ്പം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യത്തോടെ ഇരിക്കാൻ പരിശ്രമിക്കുക. ഇതൊക്കെ നട്ടുണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ ടെൻഷനൊക്കെ അങ്ങോട്ട് ഒഴിഞ്ഞു പോകും. കാരണം നമ്മുടെ ചിന്തയൊക്കെ ഇങ്ങനത്തെ ഇതിലേക്കായിരിക്കും ഉണ്ടാവുക.